ഒടുവിൽ തെളിഞ്ഞു ആ കൊലപാതകം നടത്തിയത് കാട്ടാന തന്നെയാണ്. നമുക്കറിയാം, കാട്ടാനയാണോ ഭർത്താവ് ബിനുകുമാറാണോ സീത എന്ന ആദിവാസി സ്ത്രീയെ തല്ലിക്കൊന്നത് അല്ലെങ്കിൽ അടിച്ചു കൊന്നത് എന്ന് വലിയ ചോദ്യമായിരുന്നു. കഴിഞ്ഞ ജൂൺ 13 ഇടുക്കി പീരുമേട് വനമേഖലയിലായിരുന്നു ദാരുണ സംഭവങ്ങൾ അരങ്ങേറിയത്. 2 മക്കൾ, അച്ഛൻ, അമ്മ, അങ്ങനെ ഒരു കുടുംബം സകുടുംബം ഒന്നായി വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിലേക്ക് പുറപ്പെട്ടതാണ്. പെട്ടെന്ന് ഒരു നിലവിളിയും ഒച്ചയുമൊക്കെ കേൾക്കുന്നു. ആളുകൾ, അതായത് ഇവർ തിരികെ ഓടുന്നു. പിന്നീട് ചെന്നപ്പോൾ സീത പരുക്കേറ്റ് കിടക്കുന്നതാണ് ബിനുവും മക്കളും കാണുന്നത്. തുടർന്ന് ബിനുവും മക്കളും പിന്നെ ബഹളമൊക്കെ കേട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആദിവാസികളുമൊക്കെ ഓടിക്കൂടി ഈ സീതയെ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അതിനു മുന്നേ തന്നെ മരണം സംഭവിച്ചിരുന്നു. ഇത് നമ്മൾ അറിഞ്ഞ സംഭവ കഥയാണ്. സീതയുടെ മരണം സംഭവിച്ചത് കാട്ടാന ആക്രമണത്തിലാണെന്ന് ആദ്യം വാർത്തകൾ വരുന്നു. ഉടനെ തന്നെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം ഓട്ടോപ്സിക്ക് വിധേയമാക്കുമല്ലോ. ഓട്ടോപ്സി കഴിഞ്ഞ് പ്രഥമ വിവര റിപ്പോർട്ട്, അതായത് പ്രാഥമിക നിഗമനങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് പോലീസിന് കൊടുക്കണം, കൈമാറണമെന്നൊരു ചടങ്ങുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ തന്നെ ഡോക്ടർ ആദർശ് രാധാകൃഷ്ണൻ, അതായത് അസിസ്റ്റന്റ് സർജൻ പറയുന്നു, ഇത് മനുഷ്യൻ നടത്തിയ കൊലപാതകമാണ്. അതിന് സമാനമായ ചില മുറിവുകളും ചതവുകളുമൊക്കെ ഈ ശരീരത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഉണ്ട്. അതിലൊന്ന് തലക്കേറ്റ ക്ഷതം, 2 കവിളുകളിൽ അടിച്ചതുപോലെയുള്ള പാട്, അതുപോലെ തന്നെ വാരിയലിനേറ്റ പൊട്ടലുകൾ. ഇതൊക്കെ മനുഷ്യൻ ചെയ്തതാണ്. പ്രത്യേകിച്ച് തല കട്ടിയുള്ള ഒരു പ്രതലത്തിൽ പല തവണ ഇടിച്ചിട്ടുണ്ട്, ബലമായി പിടിച്ചിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൃതദേഹം വലിച്ചിഴച്ചതിന് പാടുകളുണ്ട്, ഉരസലുകളുണ്ട്. ഇതൊക്കെ മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ കൊലപാതകം നടത്തുന്നത് എന്ന് ഈ ആദർശ് രാധാകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു. വനം വകുപ്പ് അത് കണ്ണടച്ച് വിശ്വസിച്ചു. കോട്ടയം DFOയും അതുപോലെ തന്നെ വനം മന്ത്രിയും പറഞ്ഞു, ഈ സഹായധനം കാട്ടാന ആക്രമണത്തിലോ വന്യമൃഗ ആക്രമണത്തിലോ ഒരാൾ കൊല്ലപ്പെട്ടാൽ ഉടനെ നൽകുന്ന സഹായധനം 5 ലക്ഷം രൂപയുണ്ട്. ആ 5 ലക്ഷം രൂപ ബിനുവിന്, അതായത് മരിച്ച സീതയുടെ ഭർത്താവ് ബിനുവിന് കൈമാറുന്നതിന് തൊട്ടു മുമ്പെയാണ് ഈ ഡോക്ടർ ആദർശിന്റെ ഈ വിശദീകരണം പുറത്തു വരുന്നത്. ഉടനെ തന്നെ കോട്ടയം DFO പറഞ്ഞു, ഇത് ശരിയാണ്, ഇത് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതല്ല, മറിച്ച് മനുഷ്യൻ ചെയ്തതാണ്. ആരാണെന്ന് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. അതൊക്കെ കൃത്യമായി അറിഞ്ഞ ശേഷം മതി നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്ന് തീരുമാനിച്ചു. മന്ത്രിയും പറഞ്ഞു, ഇത് ആന നടത്തിയ കൊലപാതകമല്ല, മനുഷ്യൻ നടത്തിയ കൊലപാതകമാണെന്നൊക്കെ. പാവം ബിനുകുമാർ, അയാള് സീതയുടെ ഭർത്താവാണ്, 2 മക്കളുടെ അച്ഛനാണ്. ഇളയ കുട്ടി ഇതുവരെ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല ഈ സംഭവത്തിന് ശേഷം. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതാണ് എന്ന തരത്തിൽ ആളുകൾ പ്രചരിച്ചു. സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വന്നു. തുടർന്ന് ബിനുകുമാർ കസ്റ്റഡിയിലാണെന്ന് വരെ വാർത്ത വന്നു. പക്ഷേ ഇത് പോലീസ് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം അവിടെ സ്ഥലം പോയി സന്ദർശിക്കേണ്ടതുണ്ട്, പിന്നെ വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്, ഓട്ടോപ്സി റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അത് കിട്ടിയിട്ടില്ല. ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കൊലയാളിയാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് അവിടുത്തെ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ DYSPയുടെ നേതൃത്വത്തിൽ 2 SHOമാർ, 2 സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ ചുമതലയിൽ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ. അവര് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ജൂൺ 16 പോലീസ്, അതുപോലെ തന്നെ ഫോറൻസിക് സംഘം, വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചു. സംഭവ സ്ഥലം സന്ദർശിച്ചതിൽ നിന്ന് കാട്ടാന ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ, കാട്ടാനയും മനുഷ്യനും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായെന്നും പോലീസിന് ഏകദേശ ധാരണ കൈവന്നു. ബിനു പറഞ്ഞു, അതായത് ഭർത്താവ് പറഞ്ഞു, എന്നെയും കാട്ടാന ഓടിച്ചു, പക്ഷെ ഞാൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ വനംവകുപ്പിന് സംശയം, എന്നാൽ പിന്നെ ബിനുവിന് പരിക്കുകൾ എവിടെ? അങ്ങനെ ബിനുകുമാറിനെ പ്രതിസ്ഥാനത്ത് വനം വകുപ്പ് ചാർത്തി നിർത്തി. പോലീസ് മാത്രം അത് വിശ്വസിച്ചില്ല. പിന്നീട് നടന്ന വിശദമായ അന്വേഷണത്തിൽ ഇങ്ങനെയാണ് സംഗ്രഹിച്ചിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് പോലീസ്. ഒന്ന്, കഴുത്തിനുണ്ടായ പരുക്ക്, അത് കഴുത്തിനും വാരിയലിനുമുണ്ടായ പരുക്കുകളുടെ ഗുരുതരാവസ്ഥ. ഈ ആന അടിച്ച് ഈ സ്ത്രീയെ വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് നാട്ടുകാർ താങ്ങിയെടുത്തുകൊണ്ട് ഓടുകയാണ് കാട്ടുപാതയിലൂടെ. ആ ഓടുമ്പോൾ സ്ട്രക്ചറിൽ ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, പരിക്കേറ്റ ആളുകളെ ഇങ്ങനെ താങ്ങിയെടുത്ത് വേണം കൊണ്ടുപോകേണ്ടത്. ഇതൊന്നും അറിയാത്ത ആളുകളാണല്ലോ അവർ, സാധാരണ മനുഷ്യർ. അവർക്ക് ഫസ്റ്റ് എയ്ഡിന്റെ മറ്റ് കാരണങ്ങളൊന്നും അറിയില്ല. ആന അടിച്ചു, അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആളെ നീക്കം ചെയ്യുക, ശരീരമായി പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. അങ്ങനെ ഓടുന്ന കൂട്ടത്തിലാണ്, താങ്ങിയെടുത്ത കൂട്ടത്തിലാണ് കഴുത്തിനേറ്റ പരിക്ക് ഗുരുതരമാകുന്നത്. പിന്നെ വാരിയലിലെ പൊട്ടലുകളും ഗുരുതരമാകുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. പിന്നെ ബിനുകുമാറിനെ കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തയൊക്കെ അന്നേ പോലീസ് നിഷേധിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം അത് കൃത്യമായി രേഖാമൂലം തന്നെ നിഷേധിച്ചു. അങ്ങനെ യാതൊരു സംഭവവും ഉണ്ടായിട്ടില്ല. വനം വകുപ്പിന് പറ്റിയ ഒരു നോട്ടപ്പിശകാണ്. അതുമാത്രമല്ല, ഇനി ആ ഡോക്ടർ, ഈ ആദർശ് ഇങ്ങനെ
കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് 2 ആഴ്ച അനധികൃതമായ അവധിയിൽ പ്രവേശിച്ചു. പോലീസ് പലതവണ ആവശ്യപ്പെട്ടു, നിങ്ങൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെ? ഇയാൾ കൊടുത്തില്ല. 2 ആഴ്ച കഴിഞ്ഞ് പൂഴ്ത്തിവെച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ കൈമാറിയത്. അത് കൈമാറി വീണ്ടും ഇയാൾ അവധിയിൽ പ്രവേശിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പോലും ഈ ആദർശ് രാധാകൃഷ്ണൻ അവിടെ വന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ നടപടി വേണം പോലീസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഏതായാലും സീതയുടെ മരണം അവരുടെ ഭർത്താവ് തല്ലിക്കൊന്നിട്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചതല്ല, പകരം മറിച്ച് കാട്ടാനയുടെ ആക്രമണം തന്നെയാണ് സീത കൊല്ലപ്പെട്ടത് എന്ന് അനിഷേധ്യമായ തെളിവ് സഹിതം പോലീസ് പറയുന്നു. അപ്പോൾ ഇതുവരെ കൊലപ്പുള്ളി എന്ന് മുദ്രകുത്തിയ ആ പാവപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തോട് ഈ വാർത്തകൾ വന്ന മുറയ്ക്ക് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനൊരു സംശയം വരുന്നുണ്ട് എന്ന്. പിന്നീട് ഉടനെ തന്നെ പറഞ്ഞു, ഇത്തരം പരിക്കുകൾ ആനയുടെ ആക്രമണത്തിൽ ഉണ്ടാകുന്ന പരിക്കുകളുടെ വിശദാംശത്തെക്കുറിച്ചും വിസ്മയ ന്യൂസ് വാർത്ത പ്രക്ഷേപണം ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായും വിസ്മയ ന്യൂസിന് ഇതിനകത്ത് പ്രത്യേകിച്ച് കുറ്റബോധമൊന്നുമില്ല. ഈ സംഭവം ബിനുകുമാറിനെ ഇങ്ങനെ കൊലപ്പുള്ളിയാക്കിയ നടപടി ഒട്ടും ശരിയായില്ല എന്ന അഭിപ്രായം തന്നെയാണ് ആദ്യം മുതൽ വിസ്മയ ന്യൂസ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്.